ഡാർക്ക് പിഗ്മെന്റേഷൻ ഉള്ളവർക്കൊക്കെ അതൊക്കെ മാറ്റിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട്, ഒരു പിങ്കിഷ് ലിപ്പ് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വെറും 2 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു ഹോം റെമഡി ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഹോം റെമഡിയിൽ നമ്മുടെ അടുക്കളയിലെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡെയിലി ഈ ഒരു ഹോം റെമഡി ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഹോം റെമഡി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അപ്ലൈ ചെയ്യുന്നതും എല്ലാം നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോം റെമഡി ലിപ് പിഗ്മെന്റേഷൻ എല്ലാം റിമൂവ് ചെയ്യുന്ന ഈ ഒരു ഹോം റെമഡി നമ്മൾ വെറും 2 സ്റ്റെപ്പിലാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മളൊരു ലിപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പാക്കാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് 2 ഗുണങ്ങളാണ് കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്ക്രബും ചെയ്യേണ്ട, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലിപ്പിൽ മാസ്കും അപ്ലൈ ചെയ്യേണ്ട. ഇത് രണ്ടും ഒന്നിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സാധാരണ കോഫി പൗഡറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ സാധാരണ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്, ഇൻസ്റ്റൻ്റ് അല്ല. അതിലേക്ക് കുറച്ച് ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഹണി, 2-3 ഡ്രോപ്പ് ലെമൺ ജ്യൂസ്, പിന്നെ 2 ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ. ഇത്രയാണ് നമുക്ക് ഈ ഒരു പാക്കിനായിട്ട് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഷുഗർ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ കോഫി പൗഡറും ഹണിയും ലെമൺ ജ്യൂസ് എല്ലാം നമുക്കൊരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ലിപ്സൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഹണിയും അതുപോലെ തന്നെ ഈ ഒരു കോക്കനട്ട് ഓയിലെല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് ഏതൊരു പ്രായക്കാർക്കും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊന്നും യൂസ് ആക്കേണ്ടതില്ല. പിന്നെ പറയാനുള്ളത്, ഈ ഒരു പാക്ക് നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യണം കേട്ടോ. നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ആ ഒരു ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ എല്ലാം റിമൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലിപ്പ് പാക്ക് നമുക്ക് നമ്മുടെ ലിപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന് മുൻപ് നമ്മൾ ലിപ്സ്റ്റിക്കോ ലിപ്പാമോ ഒന്നും ഇടാൻ വേണ്ടി പാടില്ല. നന്നായിട്ടൊന്ന് തുടച്ചിട്ടുള്ളൊരു ലിപ്പായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പതിയെ വേണം കേട്ടോ സ്ക്രബ് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ പതിയെ സ്ക്രബ് ചെയ്യാം കേട്ടോ. അതിനുശേഷം 2 മിനിറ്റ് ആ ഒരു പാക്ക് വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് തുടച്ച് കളയാം കേട്ടോ. നല്ല രീതിക്കുള്ള റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ, അതായത് 2ാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് നമ്മളൊന്ന് ലിപ്പൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പ് ഒലീവ് ഓയിൽ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് സാധാരണ നമ്മുടെ നല്ല വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. അതും ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ലിപ്പിൽ മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്കത് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഈ 2 സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്ത് വെച്ചാൽ മതി. നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. വല്ലപ്പോഴൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ, റിസൾട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തും ചെയ്യുകയാണെങ്കിലും നമ്മളൊന്ന് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് ഇതല്ലാണ്ട് നിങ്ങൾക്കൊരു SPF ഉള്ള ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ, ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ വെറും 2 സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ലിപ്പ് നന്നായിട്ടൊന്ന് കെയർ ചെയ്യാൻ വേണ്ടി പറ്റും. കെയർ ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ആ ഒരു ലിപ്പിൻ്റെ ആ ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ലിപ്പിൽ അപ്ലൈ ചെയ്തതിൻ്റെ ബാക്കി ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതെൻ്റെ ഐബ്രോസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ഒരു വിറ്റാമിൻ ഇയും അതുപോലെ തന്നെ ഒലീവ് ഓയിലെല്ലാം ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, ഹെയർ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്തതേ ഉള്ളൂ, നിങ്ങൾ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്മോക്ക് ചെയ്യലൊക്കെ നിർത്തിയിട്ട് വേണം കേട്ടോ ഈ ഒരു ഹോം റെമഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഹോം റെമഡി അതല്ലെങ്കിൽ എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു സ്മോക്കിംഗ് ഒക്കെ നിർത്താണ്ട് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു ശീലമൊക്കെ നിർത്തുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹോം റെമഡി സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൈ.